അതും നിങ്ങൾ ഓർക്കണം, ഇത് എത്ര വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ രൂപം കൊണ്ടൊരു ഒരു മാരക ട്രെക്കായിപ്പോയി ഇത്. ദേ ഈ ക്ലിഫിലൂടെ വേണം ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങാൻ കേട്ടോ. എൻ്റെ ഷൂ ആയതുകൊണ്ടാണ് എനിക്കൊരു പേടി, പക്ഷെ നമുക്ക് നോക്കാം. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ഈ സാധനമൊക്കെ കയറിയതൊക്കെ ഇനി തിരിച്ചിറങ്ങണം. എനിക്ക് ഹൈക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ചൂട് ഇഷ്ടമല്ല. സംഭവം ചുറ്റും കാടൊക്കെയാണ്, നല്ല ഭംഗിയൊക്കെയാണ്, കളറാണ്. പക്ഷേ അയ്യോ എൻ്റെ ഹാർട്ട് ബീറ്റ് റൈസ് ആവുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഒന്നാമത് ചൂട്, കൊണ്ടുവന്ന വെള്ളം മൊത്തം ഞാൻ തന്നെ കുടിച്ചു തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അയ്യോ നമസ്കാരമുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതുപോലെ ഞങ്ങളിപ്പം ദി ബാൽക്കണീസിലെത്തി നിൽക്കുകയാണ്. ഇനിയും കുറച്ചുകൂടി ദൂരം കൂടെ പോകാനുണ്ട്. ഇതാണ് വെഡ്ഡിങ് കേക്ക് റോക്ക് ട്രാക്കിലെ ഫസ്റ്റ് ലാൻഡ്മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ ആയിരുന്നു. വ്യൂ എന്ന് പറയുന്നത് ഒരു അമേസിങ് വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അവിടെ എനിക്ക് ഇരിക്കാനേ തോന്നി, അങ്ങോട്ട് മുന്നോട്ട് പോകാനേ തോന്നിയില്ല കേട്ടോ. അവിടെ തന്നെ അങ്ങ് കുറച്ച് നേരം അങ്ങ് ഇരുന്നാലോ എന്ന് വരെ ചിന്തിച്ച് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. എനിക്കൊന്ന് ആരോ അറിഞ്ഞു കണ്ടിട്ട പേരാണ് ദി ബാൽക്കണീസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ കിട്ടത്തില്ല, അതുപോലെ ആ ഓഷ്യനിലെ ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടായിരിക്കണം ദി ബാൽക്കണീസിന് പേരിട്ടത്. ഞങ്ങളിത് ഈ സ്പോട്ടിലിരുന്ന് കുറച്ച് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല രീതിക്ക് വിശന്ന് തുടങ്ങുന്നുണ്ട്. ഇത് തുടങ്ങിയതേ ഉള്ളൂ, ട്രാക്ക് ആക്ച്വലി തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഇപ്പോൾ തന്നെ നല്ല വിശപ്പൊക്കെ തുടങ്ങി കേട്ടോ. പക്ഷേ ഈ ഒരു വ്യൂ, ദി ബാൽക്കണീസ് വ്യൂ സൂപ്പറായിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ, അല്ല ഒരു പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന പോലത്തെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ബാൽക്കണീസ് വിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ട്രെക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്നിട്ട് ആക്ച്വലി പോകാൻ തോന്നുന്നതേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര രസമുണ്ട് കാണാൻ. പക്ഷെ പോയാലേ പറ്റൂ. നമ്മുടെ മെയിൻ എയിം ദ വെഡ്ഡിങ് കേക്ക് റോക്ക് കാണാനാണ്. സോ യാ ലെറ്റ്സ് ഗോ. നല്ല കാറ്റുണ്ട്, പറന്നു പോകും എൻ്റെ തൊപ്പി. ഇനി സംഭവം നമ്മുടെ സ്മൂത്ത് വഴികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ ഇത്തരത്തിലുള്ള പാറയിലൂടെ ആയിരിക്കും യാത്ര. ഏതവനാണോ ഈസി ആണെന്നത് പറഞ്ഞത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഹാർഡാണ് കേട്ടോ. ഇതെങ്ങനെ ഈസി ആവാനാണ്? ട്രെയിലൊക്കെ കഴിഞ്ഞ് അല്ല, കുറച്ച് പാത്ത് ഒക്കേഷ് പാത്തുണ്ട് കേട്ടോ. ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ദേ ഇത് വലിയ കുഴപ്പമില്ലാത്ത പാതയാണ്. ഒരു പാറ കണ്ടപ്പം ഞാൻ പേടിച്ചു പോയേ. ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ സർപ്രൈസസ് ഒന്നും തരാതിരുന്നാൽ മതിയായിരുന്നു. ഈ ഭാഗത്ത് ബുഷസാണ് കേട്ടോ, ആ ഭാഗത്ത് കടലും. എന്താല്ലേ, ഓസ്ട്രേലിയയിൽ ഒരുപാട് ഇങ്ങനത്തെ കോസ്റ്റൽ വാക്സ് ഉണ്ട്. അതിൽ എല്ലാം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾ ബോണ്ടായിട്ട് കൂജി വാക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്, പിന്നെ മാൻലിയിലെ കോസ്റ്റൽ വാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബീച്ചിൽ കോസ്റ്റൽ വാക്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. റോയൽ നാഷണൽ പാർക്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വഴി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പാറകളാണ്, സാൻഡ് സ്റ്റോണിലൂടെയുള്ള യാത്ര. സ്ലിപ്പറി ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ആ പഴയ ഷൂസ് തന്നെയാണിത്. നല്ല വെയിലാണേ, നല്ല വെയിലാണ്. പിന്നെ ഈ തൊപ്പി കണ്ണടയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. നല്ല രീതിയിൽ സൺസ്ക്രീൻ പോലും തേച്ചിട്ടില്ലെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വഴി വരും കേട്ടോ. പക്ഷേ കുറച്ച് ദൂരേ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പാറ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണേ, പക്ഷേ ഈ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. കണ്ടിട്ട് ഞാൻ
കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലുണ്ട്. കണ്ടോ, ഫുള്ള് കാടാണ് കേട്ടോ. അങ്ങോട്ട് കാടല്ല, ബേസിക്കലി ബുഷസ് ആണ്. ധാരാളം വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അന്ന് മറ്റേ ട്രെക്കിന് പോയപ്പോൾ കണ്ടതുപോലത്തെ ആ സെയിം ഫ്ലവേഴ്സാണ് ഇവിടെയൊക്കെ. കണ്ടില്ലേ, ഒരുപാടുണ്ട് വൈൽഡ് ഫ്ലവേഴ്സ്. സംഭവം കുറേ പുല്ലുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ പുല്ലാണ്. പക്ഷേ ഇതൊരു നാച്ചുറൽ ട്രക്കാണ്. പക്ഷേ ഒരു പ്ലാറ്റ്ഫോം പണിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ബാക്കി പോയ ട്രക്സൊക്കെ ഇല്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു. ഈ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു നാച്ചുറലി ഒരു കാടിനുള്ളിൽ കൂടെ കയറി പോകുന്ന പോലെ എനിക്ക് തോന്നിയേനെ. ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആംഗിൾ ട്വിസ്റ്റ് ചെയ്ത് താഴെ കിടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. ഇനിയും പുതിയ പുതിയ സർപ്രൈസസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വല്ലബീസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പലരും പറഞ്ഞത്. നോക്കാം, ക്വയറ്റ്ലി നടക്കണം. പക്ഷേ വാലബീസ് ശരിക്കും കാങ്കറൂസ് പോലെ തന്നെ ഇരിക്കുന്നത്. കാങ്കറൂസിൻ്റെ ഒരു കസിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു പക്ഷെ കുറച്ച് ചെറുതും ക്യൂട്ടും ആയിരിക്കും കേട്ടോ. മറ്റേത് ഭയങ്കര വലുത് ആൻഡ് സ്ട്രോങ് അല്ലേ. അപ്പോൾ വാലബീസ് അങ്ങനത്തെ ആണ് കേട്ടോ. അവിടെ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം. സംഭവം എന്തൊക്കെയായാലും ഈ പ്ലാറ്റ്ഫോം ഒരു വിധത്തിലും നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാതാണ് കേട്ടോ അവർ പണിഞ്ഞേക്കുന്നത്. നമുക്ക് ഈ ഒരു മാജിക് എൻജോയ് ചെയ്യാനും പറ്റും, എന്നാൽ നല്ല രീതിയിൽ നടക്കാനും പറ്റും കേട്ടോ. അതാണ് അവരുടെ ഉദ്ദേശം. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടില്ല, അടിയിലുള്ള പ്ലാറ്റ്ഫോമൊക്കെ റേസ് ചെയ്തിട്ടാണ് കേട്ടോ അവർ പണിഞ്ഞേക്കുന്നത്. അടിയിലുള്ള പുല്ലുകളൊക്കെ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. സോ ഹസ്ബൻഡ് പറഞ്ഞത് ശരി, ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ഒരു കാടിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു ഫീല്. ബട്ട് അറ്റ് ദ സെയിം ടൈം വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു പാത്തും. ഓരോ ബുഷ് വാക്ക് കഴിഞ്ഞ് വരുമ്പോഴും ഇതുപോലത്തെ ലാൻഡ് മാർക്സ് ആണ് കേട്ടോ. ഒരു റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു രീതി. കുറച്ച് ബുഷ് വാക്ക് നടത്തി ടയേർഡായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു റിലാക്സിങ് ഫീലാണ് കേട്ടോ. എഡ്ജസ് ആണ് ഇത്, ഒന്ന് പോയാൽ തറ വീഴും. ഇത് അത്യാവശ്യം സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. കാരണം എൻ്റെ ഷൂസ് സ്ലിപ്പറിയാണ്, വെള്ളം ഉണ്ട്, നനവും പിന്നെ റോക്കും കൂടാണ് കേട്ടോ. സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കിടിച്ച് തറയിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ അകത്ത് വെച്ചിട്ട് നടക്കട്ടെ കേട്ടോ. ആ കടമ്പ കടന്നിരിക്കുകയാണ് സക്സസ്ഫുള്ളി. ഇത് ഈസി ട്രക്കാണ്, ശരിക്കും പറഞ്ഞാൽ ഈസി ട്രക്കാണ്. പക്ഷേ ഈ ഒരു ഷൂ റെഡിയില്ല, അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടാൽ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം കേട്ടോ. കണ്ട, ഞാൻ കേൾപ്പിച്ച ആ വെള്ളത്തിൻ്റെ ഉത്ഭവം അവിടെ ആയിരുന്നു തോന്നുന്നു. അതിങ്ങനെ വന്ന് ഇങ്ങനെ പോയി അത് കടലിലേക്ക് ചേരും കേട്ടോ. ഈ ഒരു സ്ഥലം ഭയങ്കര റിലാക്സിങ് ആണ്. വെള്ളത്തിൻ്റെ ആ ഒരു കളകളാരവം കേട്ടോ നിങ്ങൾ, നല്ല രസമില്ല കേൾക്കാൻ. ഇത് കണ്ടോ, മൗണ്ടെയിനിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അതാണ് സോൾട്ട് വാട്ടറിലേക്ക് ലയിക്കുന്നത്. കൊള്ളാമല്ലേ? ദിസ് ഈസ് ആക്ച്വലി ഡ്രിങ്കബിൾ അല്ലേ? കുടിക്കാലോ ഇത്.
ആക്ച്വലി ഇതേ ആ കാണുന്ന പാറകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കേക്ക് പീസസ് കട്ട് ചെയ്തിട്ടിരിക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ആ എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പല്ലേ. ഇത് കണ്ടില്ലേ, ഇതൊരു ക്യൂബ് ഷേപ്പിലുള്ള ഒരു റോക്ക്. എന്ത് ഭംഗിയാണല്ലേ ഈ നേച്ചറിൻ്റെ ക്രിയേഷൻസ് ഒക്കെ. അതും നിങ്ങൾ ഓർക്കണം, ഇത് എത്ര വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടൊരു സാധനമാണെന്നുള്ളത്. അമേസിങ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് കേട്ടോ ഞാൻ വായിച്ചത്. നോക്കാം. സ്റ്റേ ട്യൂൺഡ്. എനിക്കിഷ്ടമല്ലാത്ത മേഖലയിലൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്റ്റെപ്സ് ഇഷ്ടമല്ല. സ്റ്റെപ്സ് അല്ലാതെ നാച്ചുറലി ഉള്ള പാത്ത് ഞാൻ പിന്നെയും സഹിക്കും. ഉണ്ട്, അത് വേറെ തരം കയറ്റമാണ്. കയറ്റത്തിനൊക്കെ ഒരു പരിധിയില്ലേ. ഇതെന്താണ്? അയ്യോ, അതെ, അത് റോഡല്ലായിരുന്നോ? റോഡ് അതെങ്ങനെ നാച്ചുറലാവും പറ. ഓ, സംഭവം ചുറ്റും കാടൊക്കെയാണ്, നല്ല ഭംഗിയൊക്കെയാണ്, കളറാണ്. പക്ഷേ അയ്യോ, എൻ്റെ ഹാർട്ട് ബീറ്റ് റൈസ് ആവുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഒന്നാമത് ചൂട്, കൊണ്ടുവന്ന വെള്ളം മൊത്തം ഞാൻ തന്നെ കുടിച്ചു തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അയ്യോ, നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, എനിക്ക് വയ്യ. എനിക്ക് ഈ സാധനമൊക്കെ കയറിയതൊക്കെ ഇനി തിരിച്ചിറങ്ങണം. എനിക്ക് ഹൈക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ചൂട് ഇഷ്ടമല്ല. എൻ്റെ എനർജി ഒക്കെ ഈ സൂര്യൻ കുടിച്ചു തീർക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഓർമ്മയില്ല. അതെ, ഇനി കാണാൻ അതിനെപ്പറ്റി മിണ്ടിയാണല്ലോ. ഞാൻ അതെ ആ ക്ലിഫിൻ്റെ അടുത്തുള്ള എടുത്ത് കളയും പറഞ്ഞേക്കാം. എനിക്ക് വയ്യ. ആ കാണുന്നതാണ് വെഡിങ് കേക്ക് റോക്ക്. ബട്ട് ഇതാണ് അവസ്ഥ. ഒരു ഫെൻസാണ് കേട്ടോ. കണ്ട, ഒരു മാസീവ് ഫെൻസാണ് ഇവിടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്ക് എപ്പോൾ വേണമെങ്കിലും താഴെപ്പാം. അതാണ് കേട്ടോ സംഭവം. എപ്പോൾ വേണമെങ്കിലും ക്രാഷ് ആവാൻ നിൽക്കുന്ന ഒരു വെഡിങ് കേക്ക് റോക്കാണിത്. ജിയോളജിക്കൽ മാർവൽ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്ത് ചെയ്യാനാ. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരിത് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങാനും ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ക്ലൈംബ് ചെയ്യാൻ ചിന്തിക്കുക തന്നെ ആണെങ്കിൽ ഫൈൻ അടയ്ക്കും. ഫൈൻ മാത്രമല്ല, ജീവനും പോകും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ആ വെഡ്ഡിങ് കേക്ക് റോക്ക്. നല്ല വൈറ്റ് കളറാണ്. മേളത്തത് ഭയങ്കര ഫ്ലാറ്റ് ടോപ്പും പിന്നെ പെർഫെക്റ്റ് എഡ്ജും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വെഡ്ഡിങ് കേക്ക് റോക്ക് എന്ന് പറഞ്ഞത് തന്നെ. 2015 ഈ വെഡ്ഡിങ് കേക്ക് റോക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അപ്പം വെറും 2000 ആൾക്കാരാണ് പെർ മന്ത് വന്നുകൊണ്ടിരുന്നത്. അത് കൂടി സോഷ്യൽ മീഡിയ ബൂം കാരണം അത് കൂടി 10,000 ഒക്കെ ആയിട്ടോ. അപ്പം ഇതിൻ്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഈ വൈൽഡ് ലൈഫും ഈ റോയൽ നാഷണൽ പാർക്കിൻ്റെ ആൾക്കാർക്കൊരു കൺസേൺ ആയി. അവരൊരു സർവേ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ റോക്ക് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. ഭയങ്കര ഫ്രജൈലാണ് കേട്ടോ. അത് അതിനെ തന്നെ ഇങ്ങനെ ഒരുവിധം ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതൊരു ടിക്കിംഗ് ബോംബാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ ഈ ഫെൻസ് കെട്ടി മറിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ എഡ്ജസിൽ പോയി എന്തൊക്കെയോ ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് കേട്ടോ ഈ ഫെൻസ് വെച്ചിരിക്കുന്നത്. എന്നാലും കുറേ പേര് ചാടി പോകുന്നതെന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കാണാനേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നത് വേസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം വരുന്ന വഴിയൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഇത് താഴെ വീഴുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ തിരിച്ചു പോയാലോ? പോകാം. എനിക്കാണെങ്കിൽ നീളം ഇല്ലാത്തതുകൊണ്ട് അത് ഒന്ന് നന്നായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നല്ല വൈറ്റ് കളറുള്ള റോക്കാണെന്നാണ് പറയുന്നത്. എനിക്കിത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാൻ പറ്റും. അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രതികരണം. എന്താ
കാണാൻ പറ്റത്തില്ലെന്ന് എല്ലാരും പറയുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾ ഷോർട്ട് ആൾക്കാരെ പുച്ഛിക്കുകയാണ്. വീണ്ടും വീണ്ടും ഷോർട്ട് ആൾക്കാരെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നു ഈ മനുഷ്യൻ. ഞങ്ങൾ അസ്വസ്ഥരാണ്, ഞങ്ങൾ വളരെ അസ്വസ്ഥരാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ ഞാൻ പ്രതീക്ഷിച്ചു, ബട്ട് ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!